നമസ്കാരം. രാഹുലിനെതിരെ പുതിയ ചാറ്റ് ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ MLAക്ക് വീണ്ടും പിന്തുണയുമായി നടി സീമ ജി നായർ രംഗത്ത്. ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ലെന്നും തെറ്റ് ചെയ്താൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. ഏതുതരം സൈബർ ആക്രമണം വന്നാലും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്നും സീമ പറയുന്നു. സീമ ജി നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ശുഭദിനം. ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട്. അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്നും ഏറ്റവും അധികം ആക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട്. തീക്കുട്ടി പറയുന്നത് എന്റെ സമയമായി എന്നാണ്. ദൈവം തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നുള്ളത് അടിയൻ അറിഞ്ഞില്ല. പൊറുക്കണമേ മുഖമില്ലാത്ത തമ്പുരാനെ. ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ 3 മാസമായി PR വർക്ക് ചെയ്യുകയായിരുന്നുവെന്ന് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ വന്ന ഈ പോസ്റ്റ് കാത്തിരിക്കുന്നത് പോലെ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഏത് തീക്കുട്ടി വന്ന് എന്തെഴുതിയാലും തേനീച്ചക്കൂട് ഇളകിയതുപോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കും. ആദ്യം ഞാൻ രാഹുലിന് വേണ്ടിയിട്ട പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു. അന്നും ഇന്നും പറയുന്നു, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അത് തെറ്റ് ചെയ്താൽ മാത്രം. ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ചു മൂലയിൽ പോയി ഞാൻ ഒളിച്ചിരിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതണ്ട എന്നാണ് പോസ്റ്റ് പങ്കിട്ടിരിക്കുന്നത്. എന്നാൽ ചെങ്കൊടിയുടെ കാവൽക്കാരനിൽ സീമയ്ക്കെതിരെ പോസ്റ്റ് ഉയർന്നിട്ടുണ്ട്. സീമ ജി നായരുടെ സമയം വീണ്ടും ആയെന്ന് തോന്നുന്നു. ഇന്നു മുതൽ വർക്ക് തുടങ്ങാം. ഹൃദയത്തിൽ നിന്നൊരു കുത്തലുണ്ടാവും, കാര്യമാക്കേണ്ട. മകളുടെ പ്രായമുള്ള ആ പെൺകുട്ടിയുടെ കരച്ചിൽ ഒരു നീറ്റലുണ്ടാക്കും. അവഗണിച്ചേക്കുക. പച്ച നോട്ടുകൾ തരുന്ന സുഖത്തിനു മുന്നിൽ ഏത് പാപവും ഇഹലോകത്തിൽ മായ്ക്കപ്പെടും. കഴിഞ്ഞ 3 മാസവും നിങ്ങൾ പറഞ്ഞത് പെൺകുട്ടിയുടെ വോയിസ് ക്ലാരിറ്റി ഇല്ല എന്നാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ തൊടാൻ പോകുന്ന ശബ്ദം ഇന്ന് വീണ്ടും എത്തിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ അതിദയനീയമായ കരച്ചിൽ കേട്ടിട്ട് മണിക്കൂറുകൾ ആയതേ ഉള്ളൂ. സീമ, നിങ്ങൾ ഇറങ്ങണം. പഴയതിനേക്കാൾ കരുത്തോടെ അവന് വേണ്ടി PR വർക്കുമായി. എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്ന് പറഞ്ഞ ഒരുത്തന് വേണ്ടി. വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി നീ അധികം ഡ്രാമ ഇറക്കല്ലേ. വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി പറയടി എന്ന് ആക്രോശിക്കുന്ന ഒരുത്തന് വേണ്ടി. അങ്ങേയറ്റം ജീവിതം നശിച്ചു പോയെന്ന പെണ്ണിനെ കാൽ ചുവട്ടിൽ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് അവളെ വീണ്ടും പരിഹസിച്ചുകൊണ്ട് രാഹുലിന് വേണ്ടി നിങ്ങൾ കഴിഞ്ഞ 3 മാസക്കാലവും നടത്തിയ ആഹ്ലാദങ്ങൾ മലയാളി മറക്കില്ല. അവന് വേണ്ടി നടത്തിയ PR വർക്കുകൾ മറക്കില്ല. ഈ കരച്ചിൽ കേട്ടിട്ട് പോലും മനസ്സിലറിയാത്ത സ്ത്രീയെ നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ എന്നാണ് ആ പോസ്റ്റ്. കൂടാതെ പൈസ വാങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി PR പണിയെടുക്കുന്ന സകല സിനിമാ നടിമാരെയും ഈ അവസരത്തിൽ സ്മരിക്കുന്നുവെന്ന കുറിപ്പും ഇതിൽ പങ്കിട്ടിട്ടുണ്ട്. അടുത്ത കരച്ചിൽ ഇവളുമാരുടേതാകരുതേ ഭഗവാനെ എന്നതടക്കം പരിഹാസ കമന്റുകളും ഉയർന്നു. ഇപ്പോൾ അടിമ ചാനലുകൾ കാണിക്കുന്നത് 4 മാസം മുൻപ് കാണിച്ചത് തന്നെയല്ലേ? പുതുതായി എന്താ ഉള്ളതെന്നാണ് ഒരു കൂട്ടർ ഉയർത്തുന്ന ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള ഇതുകൊണ്ട് ഒന്നും മറയ്ക്കാൻ പറ്റില്ല സഖാക്കളെ. ഇലക്ഷൻ അടുത്തു വരുന്നു. ശബരിമല കൊള്ള എന്ന് പറയുന്ന ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കുംഭകോണം നടന്നത് ചർച്ച ചെയ്യാതിരിക്കുവാൻ ജനശ്രദ്ധ തിരിച്ചുവിടാൻ പിണറായി അടിമകൾ ഇതിലും വലിയ കഥകളുമായി ഇറങ്ങും. ഇതുകൊണ്ട് ജനം ഒന്നും പൊറുക്കില്ല, മറക്കില്ല സഖാക്കളെ. ഭാര്യയുടെ മുന്നിൽ കൂടി അന്യ സ്ത്രീകളെ വീട്ടിൽ കൊണ്ടുവരികയും ഭാര്യയെ വരെ പീഡനം നടത്തിയ മുകേഷും ഗോപി കോട്ടുമുറിക്കലിന്റെ പീഡനം ക്യാമറ വെച്ച് പിടിച്ച സഖാക്കളുടെയും ബിനീഷ് കോടിയേരിയുടെ പീഡനവും സെറ്റിൽമെന്റും മുകേഷിന്റെ ഗാർഹിക പീഡനം, മുകേഷ് നടികളുടെ അമ്മമാരെ വരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നതും ഗണേഷ് കുമാറിന്റെ പീഡനവും AISF വനിതാ നേതാവിനെ പീഡിപ്പിച്ച ആർഷോ, PK ശ്രീമതി പറഞ്ഞ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്നിങ്ങനെ തുടങ്ങി ഈ ഭൂലോക ക്രിമിനലുകളെക്കാൾ വലിയ ക്രിമിനലുകൾ കേരളത്തിലുണ്ടോ എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരായി ഉയർന്ന കമന്റുകൾ. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ടെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇനിയും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പാർട്ടി ചെയ്യും. കൂടുതൽ പ്രതികരണങ്ങൾ പാർട്ടി ആലോചിച്ചു തരും. ശബരിമല ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. പത്മകുമാർ എന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറെ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടോ? ശബരിമലയിൽ വലിയ അഴിമതി നടത്തിയ കുറ്റക്കാരായ ആളുകളെ അവരുടെ പാർട്ടി സംരക്ഷിക്കുന്നു. കോൺഗ്രസ് ഇക്കാര്യത്തിൽ സംഘടനാപരമായ നടപടിയെടുത്തിട്ടുണ്ട് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പരമാവധി സ്ഥാനാർത്ഥികളെ താഴെത്തട്ടിൽ നിന്ന് തീരുമാനിച്ചു. വാർഡ് കമ്മിറ്റികൾ തീരുമാനിച്ച സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം KPCCക്ക് ഇടപെടേണ്ടി വന്നിട്ടുള്ളൂവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ്. രാഹുലിന് പാർട്ടിക്കുള്ളിൽ സംരക്ഷണം നൽകുന്നതിനെ ചൊല്ലിയാണ് അതൃപ്തി. രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെയും പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെയും ആവശ്യം. എന്നാൽ ആരോപണങ്ങളിൽ മൗനം പാലിക്കുകയാണ് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും. രാഹുലിനെ പൂർണ്ണമായി മാറ്റി നിർത്തണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. രാഹുൽ എതിരാളികൾക്ക് ആയുധം നൽകുന്നുവെന്നും പാർട്ടി നടപടികളിൽ രാഹുൽ പങ്കെടുക്കുന്നത് തിരിച്ചടിയാകുമെന്നുമാണ് രാഹുലിനെ എതിർക്കുന്നവരുടെ വിലയിരുത്തൽ. ഹൈക്കമാൻഡാണ് വിഷയത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഒരു തവണ നടപടിയെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. രാഹുലിന്റെ പുതിയ ശബ്ദരേഖ പുറത്തുവന്നതിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകവെയാണ് സതീശൻ ഇങ്ങനെ പറഞ്ഞത്. രാഹുലിനെതിരെ പാർട്ടി നേതൃത്വമാണ് അന്ന് നടപടിയെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ മാത്രം എടുത്ത തീരുമാനമല്ല. പാർട്ടി നേതൃത്വം ഏകകണ്ഠേനയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത്. ഒരു കാര്യത്തിന് എങ്ങനെയാണ് 2 പ്രാവശ്യം നടപടിയെടുക്കുന്നത്? ഞങ്ങൾ രാഹുലിനെതിരെ നടപടിയെടുത്തു കഴിഞ്ഞു. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ കേസിൽ 2 CPM നേതാക്കൾ ജയിലിലാണ്. അപ്പോൾ അവർക്കെതിരെ എന്തുകൊണ്ട് ആ പാർട്ടി നടപടിയെടുക്കുന്നില്ല? മോഷണ കേസിൽ പ്രതികളാണ് അവർ. അവർക്കെതിരെ നടപടി ഇതുവരെ എടുത്തിട്ടില്ല. അത് നിങ്ങൾ എന്താണ് ചോദിക്കാത്തതെന്നും സതീശൻ ചോദിച്ചു. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന പുതിയ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. രാഹുൽ പെൺകുട്ടിയോട് ഗർഭിണി ആകണമെന്നാവശ്യപ്പെടുന്ന വാട്സാപ്പ് ചാറ്റുകളും പുറത്തുവന്നു. എന്നാൽ തനിക്കെതിരെ സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ശബ്ദരേഖയിലെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. കഴിഞ്ഞ 3 മാസത്തോളമായി ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പുതുതായി ഒന്നും പുറത്തുവന്ന സന്ദേശത്തിൽ ഇല്ലെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. ഓഡിയോയും വാട്സപ്പ് ചാറ്റും രാഹുലിന്റേതാണോ എന്ന ചോദ്യത്തിന് എന്റേതാണ് എന്നും പറഞ്ഞ് ഒരു ശബ്ദം കൊടുക്കുന്നു. അതിനു മുൻപ് എന്നെ വിളിച്ച് ഈ ശബ്ദം നിങ്ങളുടേതാണോ എന്ന് ചോദിച്ച ശേഷം അത് പുറത്തുവിടുന്നതിന് പകരം വോയിസ് എന്റേതാണെന്നും പറഞ്ഞ് ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിനു ശേഷം അത് എന്റേതാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് കൂട്ടിച്ചേർക്കും. ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായി ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല. ആ നിലയ്ക്ക് എനിക്ക് നിയമപരമായി മുൻപോട്ട് പോകാനുള്ള അവകാശമുണ്ട്. നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാനിരിക്കുന്നു. അതിനൊക്കെ സമയമുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ തിരക്ക് കൂട്ടുന്നേ? തിരിച്ചും മറിച്ചും മാധ്യമപ്രവർത്തകർ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു. എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടത് കോടതിയിലാണ്. അവിടെ നിരപരാധിത്വം കൃത്യമായി ബോധ്യപ്പെടുത്തും. നിരപരാധിത്വം തെളിയിക്കേണ്ടത് എപ്പോൾ വേണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അന്വേഷണത്തിൽ എപ്പോൾ വ്യക്തത വരുത്തണമെന്ന് ഞാൻ തീരുമാനിച്ചുകൊള്ളാം എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു.